ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നു എന്ന കാര്യമാണ് വനമന്ത്രി പറയുന്നത്. കൊല്ലപ്പെട്ടത് മാനന്തവാടി സ്വദേശിയായ അജിയാണ്. ആനയെ കണ്ട് ജനങ്ങൾ സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അപ്പോഴാണ് ഗേറ്റ് തകർത്ത് ആന പാഞ്ഞെത്തിയത്. അജി വീണുപോയ അജിയെ ആന ആക്രമിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. മാനന്തവാടി പടമല എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. ആനയെ കണ്ട് ജനങ്ങൾ സമീപത്തെ വീട്ടിലേക്ക് കയറുകയായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെയായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത്. കർണാടകം കൂട്ടിലാക്കിയ ആനയാണ്. കൂട്ടിലാക്കിയതിനു ശേഷം ബന്ദിപ്പൂരിൽ തുറന്നുവിട്ട ആനയാണ് ഇങ്ങനെ ആക്രമണം നടത്തിയത്. 4 ദിവസം മുൻപ് തന്നെ ആനയുടെ ആക്രമണം അറിഞ്ഞിരുന്നു കേരള വനം വകുപ്പ്. പക്ഷേ വനം വകുപ്പിന് കർണാടകത്തിൽ നിന്നുള്ള സിഗ്നൽ വാങ്ങിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന വിചിത്രമായ ന്യായീകരണമാണ് പറയുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്ന ആനയാണ്. ഇതാണ് ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഈ ആക്രമണം നടത്തിയത്. കർണാടകം പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് ബന്ദിപ്പൂരിൽ കൊണ്ടുവിട്ട ആനയാണ് കേരള കർണാടക അതിർത്തിയിലെത്തിയത്. ഈ വിവരം കേരള വനം വകുപ്പ് അറിഞ്ഞിരുന്നു. ആനയെ നിരീക്ഷിച്ചു വരികയാണ്. വിചിത്രമായ പല ന്യായങ്ങളും കേരള വനം വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രോൺ സംവിധാനം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഡ്രോൺ എവിടെ എന്ന ചോദ്യത്തിന് വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഡ്രോൺ അടുത്തുള്ള വീട്ടിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു എന്നായിരുന്നു. ഇങ്ങനെയുള്ള വിചിത്രമായ ന്യായീകരണങ്ങൾ വനം വകുപ്പ് നടത്തുകയാണ്. ഈ വീട്ടിൽ കയറി അജിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആന സമീപ പ്രദേശത്തേക്ക് മാറുകയായിരുന്നു. ജനവാസ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും ആനയുള്ളത്. ആനയെ മയക്കുപിടി വെക്കുവാനുള്ള നിർദ്ദേശം ഒടുവിൽ വനമന്ത്രി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. അതേസമയത്ത് തന്നെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് മാനന്തവാടിയിൽ നടക്കുന്നത്. 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ജനങ്ങൾ അവിടെ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആനയുടെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ മാനന്തവാടിയിൽ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാനന്തവാടിയിൽ തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് തണ്ണീർക്കൊമ്പൻ എന്ന ആന ഇറങ്ങിയത്. ഏതാണ്ട് അതിന് സമീപത്തുള്ള പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം കാണാം. There he is!